ഒത്തിരി പ്രയാസപ്പെട്ടൊക്കെയാണോ ഇരിക്കുന്നത്? ഒത്തിരി ഒറ്റപ്പെട്ടു പോയല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ടോ? നിങ്ങളെയൊക്കെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഓരോ ദിവസവും വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ഒക്കെ ഞങ്ങൾ ഓർക്കുവാണ്. പ്രത്യേകിച്ച് ശാരീരികമായ പ്രതിസന്ധികളുള്ളവർ, കാഴ്ചശക്തിയില്ലാത്തവർ, കേൾവിശക്തിയില്ലാത്തവർ, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, കിടപ്പിലായവർ, പലതരത്തിൽ പരിക്കുപറ്റിയിരിക്കുന്നവർ, അംഗവൈകല്യമുള്ളവർ, ഇങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. എല്ലാവരെ പോലെയും നടക്കാൻ പറ്റുന്നില്ലല്ലോ, എല്ലാവരെ പോലെയും ഓടാൻ പറ്റുന്നില്ലല്ലോ, എല്ലാവരെ പോലെയും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, യാത്ര ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ വിഷമിക്കുന്നവരുണ്ട്. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാരണം ഒരാൾ എന്നോട് അങ്ങനെ ഒരു ദിവസം യാദൃശ്ചികമായി പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞു, ഞങ്ങളെ മറന്നുപോകല്ലേ, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന്. കുറവുകളുള്ള ഞങ്ങളെ കൂടി ഓർക്കണമേ എന്ന് നിങ്ങളെ കൂടി ഓർക്കുന്നു. ഈ വചനത്തിൻ്റെ ശക്തിയോട് ചേർത്ത് വയ്ക്കുന്നു. ഇവിടെ ആരുടെയൊക്കെ പേരുകൾ പ്രാർത്ഥനാ നിയോഗമായി ലഭിച്ചിട്ടുണ്ടോ അവരെ എല്ലാം ഓർക്കുന്നു. ആരൊക്കെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരെ എല്ലാം ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്ന് പ്രതീക്ഷയോടെ വചനങ്ങൾ കേൾക്കുവാൻ നമുക്കൊരുങ്ങാം. ഒരു വലിയ ഉദ്ദേശത്തോടെ ആയിരിക്കും ഈ വചനം നിങ്ങളെ ദൈവം കേൾപ്പിക്കുന്നത്. ഒരാൾ എന്നോട് ചോദിച്ചു, ഒരാൾ എന്നോട് പറഞ്ഞു, ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് തോന്നുന്നു, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ദൈവം എന്നെ ഉപേക്ഷിച്ചു, അങ്ങനെ ഉപേക്ഷിച്ചായിരുന്നെങ്കിൽ ഈ വചനം നീ കേൾക്കത്തില്ലായിരുന്നു. ദൈവം നിന്നെ ഉപേക്ഷിച്ചായിരുന്നെങ്കിൽ പണ്ടേ തവിട് പൊടിയായി പോയേനെ. ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. ചില കാര്യങ്ങൾ അല്പം വൈകിയാലും ജീവിതത്തിൽ അനുഗ്രഹമായത് വെളിപ്പെട്ടു വരും. ധൈര്യമായിട്ടിരിക്കുക, പ്രതീക്ഷയോടെ ഇനി വചനം കേൾക്കുക. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം ഒരു ഭാഗം, 1-ാം ഭാഗം മുതൽ വായിക്കുവാണ്. അബ്രാഹത്തിൻ്റെ കാലത്തുണ്ടായതിന് പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിൽ ഉണ്ടായി. ഒരു ക്ഷാമം, ഒരു പട്ടിണി. അപ്പം നേരത്തെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു. അബ്രാഹത്തിൻ്റെ കാലത്തും ഇതുപോലൊരു ക്ഷാമവും ദാരിദ്ര്യവും പട്ടിണിയും ഇല്ലായ്മയും ഉണ്ടായിരുന്നു. അത് ഇസഹാക്കിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ കാലത്തും ഉണ്ടായി. ഇസഹാക്ക് ഗരാറിൽ ഫിലിസ്ത്യരുടെ രാജാവായ അബ്ലേമേക്കിൻ്റെ അടുത്തേക്ക് പോയി. 2-ാമത്തെ വാക്യം, കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ഈജിപ്തിലേക്ക് നീ പോകരുത്, ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക, ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇസഹാക്ക് ഒരു തെറ്റായ തീരുമാനം പ്ലാൻ ചെയ്യുവാണ്, എടുക്കാൻ പോവാണ്. ഈജിപ്തിലേക്ക് പോകണം, ഇന്ന സ്ഥലത്തേക്ക് പോകണം. ഇതാരാ ആദ്യം അറിഞ്ഞത്? പിതാവായ അബ്രാഹാം അല്ല, അല്ലെങ്കിൽ ബന്ധുക്കളോ മിത്രങ്ങളോ അല്ല അറിഞ്ഞത്. ദൈവം ആദ്യം അതറിഞ്ഞിട്ട് ദൈവം ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ ഇടപെടുക. നീ ഈജിപ്തിലേക്ക് പോകരുത്. കണ്ടോ, ഒരു തെറ്റായ തീരുമാനമെടുക്കുമ്പോൾ കൃത്യമായി ദൈവം ഇടപെടുന്ന കണ്ടോ. ഇപ്പോൾ ഇസഹാക്ക് ആ തീരുമാനമെടുത്ത് ഈജിപ്തിലേക്ക് അങ്ങ് പോയായിരുന്നെങ്കിലോ, സ്വന്തം തീരുമാനമെടുത്ത് ഒരു തെറ്റായ തീരുമാനമെടുത്ത് പോയായിരുന്നെങ്കിലോ എവിടെയും എത്തില്ലായിരുന്നു, തകർന്ന് തരിപ്പണമായി പോയനെ. സാധാരണ ഭാഷയിൽ പറഞ്ഞ പൊട്ടിപ്പാളിഷായി പോയനെ. തെറ്റായ തീരുമാനം എടുക്കാൻ തുടങ്ങിയ സമയത്ത് ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ കൃത്യമായി ദൈവം ഇടപെട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, ഇന്നതുപോലെ ചെയ്യ്, ഈ നാട്ടിൽ താമസിക്ക്, നിന്നെ കൂടെ ഞാനുണ്ട്, നിന്നെ ഞാൻ അനുഗ്രഹിച്ചോളൂന്ന്. ഒത്തിരി മനുഷ്യർ തെറ്റായ തീരുമാനമെടുത്ത് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, തെറ്റായ തീരുമാനമെടുത്ത് തകർന്നു പോയിട്ടുണ്ട്, തെറ്റായ തീരുമാനത്തിൽ പൈസ കൊടുത്ത് നഷ്ടപ്പെട്ടവരുണ്ട്,
ചതിയിൽപ്പെട്ടവരുണ്ട്, വഞ്ചനയിൽപ്പെട്ടവരുണ്ട്, കേസിൽപ്പെട്ടവരുണ്ട്, കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. തെറ്റായ തീരുമാനമെടുക്കുമ്പോൾ, ചിലപ്പോൾ അന്നേരം നല്ലതായിട്ട് തോന്നുന്ന തീരുമാനമെടുക്കുമ്പോൾ ചിലപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയെ ബാധിക്കും. ശ്രദ്ധിച്ചോ, ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ കൃത്യമായി ഇടപെട്ടു, ആ സമയത്ത് ഇടപെട്ടു. എന്തിനാണെന്നറിയാമോ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ ആവശ്യങ്ങളെ വച്ചൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് അവരുടെ വിവേകക്കുറവ്, ശ്രദ്ധക്കുറവ് കൊണ്ട്, അന്നേരത്തെയുള്ള ഇഷ്ടം കൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ തലയിലുണ്ടാകാം. തെറ്റായ തീരുമാനം എടുക്കുന്ന നമ്മൾ പോലും അറിയത്തില്ല, നമ്മളൊന്നും അറിയത്തില്ല. ഏതേലും ഒരു അറ്റത്തെത്തിക്കഴിഞ്ഞൊരു പ്രശ്നമാകുമ്പോഴത് അറിയുന്നത്. തെറ്റായ തീരുമാനം എടുക്കുമ്പോൾ ദൈവം ഇടപെടാൻ ഇടയാകണം, ദൈവം അവരോട് സംസാരിക്കണം. ഈജിപ്തിലേക്ക് നീ പോകരുത്. കണ്ടോ, തെറ്റായ തീരുമാനം വന്നപ്പോഴേ കൃത്യസമയത്ത് ദൈവം ഇടപെട്ടു. എന്നിട്ട് ഇസ്ഹാക്ക് രക്ഷപ്പെട്ടോ? ദൈവത്തിൻ്റെ ആ തീരുമാനം അനുസരിച്ചപ്പോൾ ആ തെറ്റായ തീരുമാനത്തിൻ്റെ പുറകെ പോകാത്ത ഇസ്ഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടോ? അനുഗ്രഹിക്കപ്പെട്ടോ? വായിച്ചു നോക്കിക്കേ, 26-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഇസ്ഹാക്ക് ആ നാട്ടിൽ, തെറ്റായ തീരുമാനമെടുത്ത് സ്ഥലം വിറ്റുപോയ നാട്ടിലല്ല, അങ്ങോട്ട് പോകണ്ട, നീ ഇവിടെ തന്നെ താമസിക്ക് എന്ന് പറഞ്ഞ ആ നാട്ടിൽ കൃഷി ഇറക്കി. ആ കൊല്ലം തന്നെ, കണ്ടോ, ആ കൊല്ലവാ, ഏതേലും ഒരു സമയത്ത് വർഷത്തിലുമല്ല, അതേ വർഷം ദൈവത്തിൻ്റെ വാക്ക് കേട്ട ആ വർഷം തന്നെ നിനക്കൊരു അനുഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ വാക്ക് കേട്ട ആ വർഷം തന്നെ നിൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹമുണ്ട്. ഈ വർഷം തന്നെ നീ അനുഗ്രഹിക്കപ്പെടും. ഈ വർഷം തന്നെ നീ ഒരു അത്ഭുതത്തെ കാണും. ആ കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. 13-ാമത്തെ വാക്യമോ, അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേ ഇരുന്നു. ക്രമേണ അവൻ വലിയ സമ്പന്നനായി. ദൈവത്താൽ അവൻ അധികമായി അനുഗ്രഹിക്കപ്പെട്ടു. ശ്രദ്ധിച്ചു കേട്ടെ, തെറ്റായ തീരുമാനം എടുത്തായിരുന്നെങ്കിലോ ഈ ഭാഗം ഇവിടെ എഴുതാൻ പറ്റത്തില്ല. ക്രമേണ അവനൊരു ദൈവാനുഗ്രഹം വരത്തില്ല, വളരത്തില്ല, ഉയരത്തില്ല. എവിടെയേലും പോയി തകർന്ന് തരിപ്പണമായി പോയനെ. പ്രിയപ്പെട്ടവരെ, തെറ്റായ തീരുമാനം ജീവിതത്തിൽ എടുക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചേ. കർത്താവേ, എൻ്റെ ബുദ്ധിമോശം കൊണ്ട്, ശുദ്ധ മനസ്സുകൊണ്ട്, പൊട്ടബുദ്ധി കൊണ്ട് തെറ്റായ തീരുമാനം എടുക്കാൻ ഇടയായാൽ അപ്പോൾ തന്നെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ. തെറ്റായ തീരുമാനങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഉണ്ടാകരുത്. തെറ്റായ ബന്ധങ്ങൾ ഉണ്ടാകരുത്, തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടാകരുത്, തെറ്റായ സാഹചര്യങ്ങളിലേക്ക് പോകാൻ ഇടയാകരുത്. അതെല്ലാം നമ്മുടെ ഭാവിയെ ഓരോ പടി ഇടിച്ചിടിച്ച് താഴ്ത്തുന്ന കാര്യത്തിലേക്ക് വരും. ഇസ്ഹാക്ക് മനസ്സ് ചിന്തിക്കുക, ഈ പ്രശ്നം മാറണം, ഈജിപ്തിലേക്ക് പോകണം. ആ മനസ്സിനകത്ത് ആ ചിന്തകൾ ഉരുണ്ടുകൂടെ ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവുക. നിങ്ങളുടെ ജീവിതത്തിലും ഒരു പരാജയത്തിലേക്കോ തകർച്ചയിലേക്കോ പോകേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇപ്പം നല്ലതായിട്ട് തോന്നും, പക്ഷെ പിന്നീട് അത് വലിയ തകർച്ചയിലേക്കായിരിക്കും ഒരു കാരണമാകുന്നത്. ദൈവമേ, കൃത്യസമയത്ത് ഇടപെടണമേ. പറഞ്ഞ് കൃത്യസമയത്ത് ഇടപെടണമേ. എൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ട് ഇടപെടണമേ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ, ദൈവവചനം കേൾക്കുന്നവൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ ദൈവം കൃത്യമായി ഇടപെടും. ആ കൊല്ലം തന്നെ, അനുസരിച്ച് ആ കൊല്ലം തന്നെ ഒരനുഗ്രഹം അനുഭവിച്ചു. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ, കുടുംബങ്ങളെ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ ആരുമാകട്ടെ ഈ വചനം കേൾക്കുന്നത്, ഒരുപാട് മതിലുകൾ ഉണ്ടാക്കി ആ മതിലിൻ്റെ അകത്തിരുന്നുകൊണ്ടല്ല കേൾക്കുന്നത്. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ആ വചനം കേൾക്കുന്നത്. അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പിൽ ഒരു മനസ്സോടെ, ഒറ്റ വിശ്വാസത്തോടെ നിന്ന് ആ വചനം കേൾക്കുന്നത്. ഈ വചനത്തിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലെ, ഞങ്ങളുടെ കുടുംബത്തിലെ, മക്കളിലെ തെറ്റായ തീരുമാനങ്ങളൊക്കെയും മാറണമേ. തെറ്റായ ബന്ധങ്ങൾ മാറണമേ. തെറ്റായ നിലപാടുകൾ മാറണമേ. ഈ കൊല്ലം തന്നെ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടണം. ഈ കൊല്ലം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കണം. ഈ കൊല്ലം തന്നെ ഞങ്ങൾക്ക് ദൈവപ്രവർത്തികൾ കാണാൻ പറ്റണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, തെറ്റായ തീരുമാനത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ശരീരത്തിൻ്റെ അകവും പുറവും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആവശ്യങ്ങളെ അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. വചനത്തിൻ്റെ ശക്തിയിൽ അവരെ സൂക്ഷിക്കണമേ.
യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.